ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് നമ്മളൊക്കെ ഇപ്പോൾ വിപണിയിൽ കാണുന്ന ഓപ്പോ, വിവോ, ഐക്യു, റിയൽമി, വൺ പ്ലസ് ഇങ്ങനെയുള്ള ഈ സ്മാർട്ട് ഫോണുകളൊക്കെ പല ബ്രാൻഡുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതൊക്കെ ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന BBK ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് പല ബ്രാൻഡുകളായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് വിപണി കയ്യിലെടുക്കാൻ വേണ്ടി പല ബ്രാൻഡുകളായിട്ട് അതിന് ഓരോ ബ്രാൻഡുകൾക്കും പല ഫീച്ചേഴ്സുകൾ നൽകി കൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ പല ബ്രാൻഡുകളായിട്ട് ഇറക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഓപ്പോ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച ക്യാമറ ക്ലാരിറ്റി, സൂപ്പർ വോക്ക് ഫാസ്റ്റ് ചാർജിങ്, അതേമാതിരി ഇപ്പം വിവോയിലേക്ക് പോവുകയാണെങ്കിൽ വിവോയിലും സിനിമാറ്റിക് വീഡിയോഗ്രാഫി ഇങ്ങനെയുള്ള പ്രത്യേകതകൾ, പിന്നെ ഐക്യുവിലേക്ക് പോവുകയാണെങ്കിൽ മികച്ച ഗെയിമിങ്ങിനുള്ള പ്രത്യേകത, റിയൽമിയിലോട്ട് പോവുകയാണെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ 5G സെറ്റപ്പുകളോട് കൂടി യുവാക്കളെ ലക്ഷ്യമിട്ടും ഇങ്ങനെയൊക്കെ ആണ് ഈ ഫോണുകൾ പല ബ്രാൻഡുകളായിട്ട് ഓരോ ബ്രാൻഡിനും ഓരോ പ്രത്യേകത നൽകി വിപണിയിലേക്ക് എത്തിക്കുന്നത്. ഇത് വിപണി പിടിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു തലച്ചോറ് എന്ന് പറയാം. അപ്പോൾ നോക്കൂ, ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ BBK ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഈ കമ്പനി ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയാണ്. അത് നോക്കൂ നിങ്ങൾ, അതിൻ്റെ ബ്രാൻഡാണ് ഓപ്പോ, വിവോ എന്ന് പറയുന്നത്. ഈ ഓപ്പോയുടെ ആദ്യം ഓപ്പോ, വിവോ, റിയൽമി എന്ന് പറഞ്ഞിട്ട് 3 ബ്രാൻഡുകളായിട്ടായിരുന്നു. ഇപ്പോൾ അത് ഓപ്പോയുടെ സബ് ബ്രാൻഡായിട്ടാണ് റിയൽമി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ വൺ പ്ലസും ഓപ്പോയുടെ സബ് ബ്രാൻഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വൺ പ്ലസിൻ്റെ ഒരു സബ് ബ്രാൻഡായിട്ട് നത്തിങ് എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നുണ്ട്. ഈ വൺ പ്ലസ്, റിയൽമി ഇതിനൊക്കെ സർവീസ് കിട്ടുന്നത് ഓപ്പോയുടെ സർവീസ് സെൻറ്ററിലാണ്. പിന്നെ വിവോയുടെ ഒരു സബ് ബ്രാൻഡാണ് ഐക്യുവിൻ്റെ സർവീസ് സെൻറ്റർ വിവോയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് വിപണിയിൽ എത്തുന്നത്. എല്ലാത്തിൻ്റെയും മെയിൻ തലച്ചോറ് എന്ന് പറയുന്നത് ഈ BBK ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനിയാണ്. ഇത് വളരെ തന്ത്രപരമായി വിപണി പിടിക്കാനുള്ള ഒരു നീക്കമായി. പക്ഷേ ഇവരിങ്ങനെ ചെയ്തതുകൊണ്ട് 2023 ഇതനുസരിച്ച് വിപണിയിൽ 3-ാം സ്ഥാനത്ത് എത്തിയെന്നാണ് പറയുന്നത്. വിപണിയിൽ 3-ാം സ്ഥാനത്ത് എത്തിയെന്നാണ് ഇത് പ്രകാരം പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല. ഏതായാലും അറിയുന്നവരുണ്ടാവാം, എന്നാലും അറിയാത്തവർക്കായിട്ട് ഒരു പുതിയ അറിവായിട്ട് കൂട്ടാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു, ബൈ.